ഹലോ ഗൈസ്, ഇത് നമ്മുടെ ലാസ്റ്റ് മിനിറ്റത്തെ ഇത് ഷോപ്പിംഗ് വ്ളോഗാണ്. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നൊരു 8 മണി ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് പെരുന്നാളെന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ആ ഒരു ഇതിലാണ് കേട്ടോ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ ചെരുപ്പും കാര്യങ്ങളും അല്ലറ ചില്ലറ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ തളിപ്പറമ്പാണ് എടുക്കാൻ പോയത്, എനിക്ക് മറന്നുപോയി. അപ്പോൾ നമ്മൾ തളിപ്പറമ്പാണ് കേട്ടോ നമ്മൾ ചെരുപ്പെടുക്കാൻ പോയത്. അപ്പം ആദ്യം നമ്മൾ പയ്യന്നൂർ എത്തി, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി നമ്മൾ അങ്ങനെ തളിപ്പറമ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഡ്രസ്സ് വരെ അടിപൊളി കുറേ കളക്ഷൻ ഇവിടെ ഉണ്ട് തളിപ്പറമ്പ് അങ്ങോട്ട്. അപ്പോൾ നമ്മളിതാ തളിപ്പറമ്പ് ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പം ശരിക്കും എന്ന് വെച്ചാൽ നാളെ, അതായത് വെള്ളിയാഴ്ച ചെരുപ്പെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് വ്യാഴം തന്നെ പോയതുകൊണ്ട് സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു. വെള്ളിയാഴ്ച പെരുന്നാവും. ബാക്ക്ഗ്രൗണ്ട് മൈൻഡാക്കേണ്ട, കാരണം ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ തളിപ്പറമ്പ് എത്തിയിട്ടോ ഫൈനലി. അപ്പോൾ നമ്മളിതാ ബസ്സിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു ചെരുപ്പ് നോക്കാൻ, നമ്മുടെ മെയിൻ ഉദ്ദേശം അതാണല്ലോ. അപ്പോൾ നമ്മൾ സെഞ്ച്വറിയിലാണ് നമ്മൾ ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫസ്റ്റ് ഷോപ്പ് തന്നെ വേറെ ഷോപ്പിലൊന്നും നമുക്ക് കയറേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ഷോപ്പിൽ തന്നെ ഭയങ്കര കളക്ഷനായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇവിടുന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 5 പേര് പോയിട്ടുണ്ടായിരുന്നു. 5 പേർക്ക് ചെരുപ്പ് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ചെരുപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവർക്കും അവർ മനസ്സിൽ വിചാരിച്ച ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 പേർക്കും ഇവിടുന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ഈ ചെരുപ്പിൻ്റെ ഷോപ്പിങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഷോപ്രിക്സിലോട്ടാണ് കേട്ടോ. നേരെ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ജ്വല്ലറി കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ റിങ് ആയാലും പിന്നെ മെഹന്തി വാങ്ങാനുണ്ടായിരുന്നു. മെഹന്തി നമ്മൾ ഇവിടുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വഴിയെ കാണും. നമ്മളിങ്ങനെ സ്റ്റെൻഡിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ആകുമെന്ന് എടുത്തിട്ടൊന്നുമില്ല. കാരണം വെക്കാൻ അറിയുന്ന ആൾ കൂട്ടത്തിലുണ്ടായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. ഇതുപോലെ കുറേ വളകളൊക്കെ കണ്ടിട്ട് നമ്മൾ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് പോയി. ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാതിരിക്കാൻ നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഏറ്റവും ടോപ്പിൽ നമ്മൾ പ്രെയർ റൂമിലായിരുന്നു മെഹന്തിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഓരോരോ ഹക്ക് ഇങ്ങനെ ഇടാൻ തുടങ്ങി. ഇത് എൻ്റെ കൈയാണ് കേട്ടോ. എൻ്റെ 2 കൈക്കും ഞാൻ അവിടെ നിന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രണ്ടും. പിന്നെ എൻ്റെ മെഹന്തി അത്ര പോരാത്തതുകൊണ്ട്, കാരണം നമ്മൾ വാങ്ങിയ മെഹന്തി അത്ര ഇതുണ്ടായിരുന്നില്ല, സെറ്റല്ലായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഡിസൈൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ നെയ്ക്ക ഷോപ്പിൽ കയറി കുറച്ച് ഇട്ട് നോക്കി, കുറച്ച് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. എനിക്ക് അവിടുത്തെ എല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിട്ടിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടതൊക്കെ. അപ്പോൾ നമ്മളത് ബ്ലഷൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്ലഷൊന്നും കൊള്ളത്തില്ലായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും കാതില ഒക്കെ നോക്കാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിന് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ നേരെ പയ്യന്നൂരേക്ക് വിട്ടു. പിന്നെ എൻ്റെ പൊരക്കെത്തിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പം നാളെ ഈദ് വ്ളോഗായിട്ട് വരാം കേട്ടോ. അപ്പം അത്രയേ